ഹലോ കൂട്ടുകാരെ, നമുക്കൊന്ന് നല്ല മധുരമുള്ള മാങ്ങായും കൊണ്ട് കുറച്ച് മാംഗോ കുൽഫി ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളതിന് വേണ്ടി നല്ല പഴുത്ത 2 മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം അത് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് 2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പം അന്ന് തീ കുറച്ചിട്ടിട്ട് അതിനകത്തിട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ പാൽ ഇതിൻ്റെ പകുതിയായിട്ട് വറ്റി വരണം. അപ്പം നമ്മൾ ഇടയ്ക്ക് തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് നമ്മൾ പാൽ വറ്റിച്ചെടുക്കാം. അപ്പം പാൽ സൈഡിൽ ഉണങ്ങി പിടിച്ചൊക്കെ നമ്മൾ തട്ടിയിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഏകദേശം ഒന്ന് 5-6 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുറുകി വരും പാൽ. ഈ സമയത്ത് നമ്മുടെ മാംഗോയുടെ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനോട് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ചുകൂടെ മധുരവും ടേസ്റ്റൊക്കെ വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ മാംഗോയുടെ കുൽഫിയിൽ ചെറുതായിട്ട് കടിക്കാൻ വേണ്ടി പഞ്ചസാര പാനിയിലിട്ട് പറ്റിച്ച മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമ്മുടെ മാംഗോയുടെ സിറപ്പ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കുൽഫിയുടെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രീസറിൽ 5-6 മിനിറ്റ് വയ്ക്കാം. ഈ കുൽഫിയുടെ മുകളിലില്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് നമ്മുടെ മാംഗോയുടെ സിറപ്പ് ഒഴിച്ച് അത് ഫോയിൽ പേപ്പറും കൊണ്ടോ പ്ലാസ്റ്റിക് ഗ്ലാസും കൊണ്ടോ മൂടിയിട്ട് നമുക്ക് സ്റ്റിക്കും കൂടെ കുത്തി കൊടുക്കാം. നമ്മുടെ കുൽഫി ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് കുൽഫി പുറത്തെടുക്കാൻ എളുപ്പത്തിന് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് പതിയൊന്ന് തട്ടി പുറത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ മാംഗോയുടെ കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.